അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇസ്സത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ ദീനിലാണ്, നമ്മുടെ ഇസ്ലാമിലാണ്. നമ്മുടെ മനസ്സിനകത്ത് ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രയാസങ്ങളെല്ലാം അസ്തമിച്ചു പോകുന്നത്, നമ്മുടെ മനസ്സിന് റാഹത്തുണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിന് നല്ല സ്മൂത്ത്നെസ് ഉണ്ടാകുന്നത് ഇസ്ലാം നമ്മിലേക്ക് സന്നിവേശിക്കപ്പെടുമ്പോഴാണ്. അല്ലാത്തതെല്ലാം നിഷ്ഫലമാണ് പൊന്നുമോനെ. എല്ലാം ലോകത്തുനിന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് ആഖിറത്തിന്റെ ലോകത്തേക്ക് പോകേണ്ടവരാണ്, ഖബറിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. നിസാരമായ 50 or 60 വർഷം ഭൂമി ലോകത്ത് നമ്മൾ എന്തൊക്കെയോ നമ്മൾ വാരിക്കൂട്ടുകയാണല്ലോ. വലിയ വലിയ ബിൽഡിങ്ങിന്റെ പിന്നാലെ ഓടുകയാണല്ലോ, വലിയ വലിയ കാറുകളെ പിന്നാലെ ഓടുകയാണല്ലോ. അള്ളാഹുവിനെ മറന്നുകൊണ്ട്, ദീന് മറന്നുകൊണ്ട്, ഇസ്ലാം മറന്നുകൊണ്ട്, തോന്നിയ പോലെ ഈ ദുനിയാവിന്റെ രസം കണ്ടുകൊണ്ട്, ആർഭാടം കണ്ടുകൊണ്ട്, ആനന്ദം കണ്ടുകൊണ്ട് പൊന്നുമോനെ നീ നടക്കല്ലടാ. അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ സ്വഹാബികളോട് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ട്, ആരെങ്കിലും വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ടല്ലോ. അപ്പൊ നബി തങ്ങള് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെറൈറ്റി സ്വപ്നങ്ങളൊക്കെ പല സ്വഹാബികളും കാണും. അതിനെക്കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യും. ആരെങ്കിലും വല്ല പുതിയ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ സ്വഹാബികളൊക്കെ ഇങ്ങനെ പറയും. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ ഒരു സ്വപ്നം കാണാറുണ്ടായിരുന്നില്ല. അപ്പൊ മൂപ്പർക്ക് ഭയങ്കര താല്പര്യം, മഹാനവറുകൾക്ക് ഭയങ്കര താല്പര്യം. ഒരു സ്വപ്നമെങ്കിലും ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ മുത്തുനബി തങ്ങൾ ചോദിക്കുമ്പോ എനിക്കൊന്ന് പറയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് പടച്ച തമ്പിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഒരു സ്വപ്നമെങ്കിലും എനിക്ക് കാട്ടിത്ത എന്ന് പറഞ്ഞിട്ട് മഹാനുഭാവന് കിടന്നുറങ്ങി. അന്ന് രാത്രി മഹാനായ ഇബ്നു ഉമർ തങ്ങൾ സ്വപ്നം കാണുകയാണ്. 2 മലക്കുകൾ വന്നുകൊണ്ട് മഹാനുഭാവനെ കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ നരകത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. 2 മലക്കുകൾ ഈ മനുഷ്യനെ മഹാനായ ഇബ്നു ഉമർ തങ്ങളെ കൂട്ടിയിട്ട് നരകത്തിന്റെ ലോകത്തേക്ക് ചെല്ലുകയാ. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറയുകയാ, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് നരകത്തിൽ കിടക്കുകയാണ്, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് നരകത്തിനകത്ത്, തീകുണ്ടാരത്തിനകത്ത് വെന്തുരുകുന്നല്ലോ. ഞാൻ കാണുന്ന, ഞാൻ വർത്തമാനം പറയുന്ന, എന്നെ അറിയുന്ന, ഞങ്ങൾ തമ്മിൽ ബന്ധമുള്ള ഒരുപാട് പേര് ആ വൃത്തികെട്ട, മോശപ്പെട്ട, ക്രൂരമായ മർദ്ദനങ്ങൾ കളിയാടുന്ന നരകാഗ്നിക്കകത്ത് വെന്തു നീറുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടപ്പോ സുബ്ഹാനല്ലാഹ്, ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് മഹാനായ ഇബ്നു ഉമർ തങ്ങൾ ഞെട്ടിപ്പോവുകയാണ്. ഞെട്ടിത്തരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഉമർ തങ്ങൾ ഞെട്ടിയുണരുകയാ. തന്റെ സഹോദരിയോട് മഹാനുഭാവന് പറയുകയാ, തന്റെ പ്രിയപ്പെട്ട സഹോദരി നബി തങ്ങളുടെ ഭാര്യയാ, പ്രിയപ്പെട്ട സഹോദരിയോട് പറയുകയാണ്, ഇബ്നു ഉമർ തങ്ങൾ പറയുകയാ, ഞാൻ ഇന്നാലിന്ന സ്വപ്നം കണ്ടല്ലോ, ആ സ്വപ്നത്തെ കുറിച്ച് മുത്തു നബി തങ്ങളോടൊന്ന് പറയണമെന്ന് പറയുകയാണ്. നബി തങ്ങളോട് മഹാനായ ഇബ്നു ഉമർ തങ്ങളുടെ സഹോദരി, നബി തങ്ങളുടെ വൈഫാണ്, ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്. അവര് സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് നബി തങ്ങൾ ഒരു വർത്തമാനം പറയുന്നു, നിഅ്മർ റജുൽ, ഇബ്നു ഉമർ തങ്ങൾ എത്ര നന്നായിരുന്നു, എത്ര നല്ല മനുഷ്യനാണ്, രാത്രി 2 റക്അത്ത് നമസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് നബി തങ്ങൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, രാത്രി 2 റക്അത്ത് നമസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു. നബി തങ്ങൾ തഹജ്ജുദ് നമസ്കാരത്തെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോ ഇത് അർത്ഥമാക്കുന്നത് നരകമെന്ന് പറയുന്ന അഗ്നികുണ്ടാരം അത് കണ്ണുകൊണ്ട് കാണുക പോലും ചെയ്യാതെ സ്വർഗത്തിലേക്ക് പോകണം, അതിനുവേണ്ടി 2 റക്അത്ത് നമസ്കരിക്കണം എന്നതായിരുന്നു അതിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രത്യേകതയാണ്, അതിന്റെ പവറാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു തരുന്നൊരു സുഖം, അത് മറ്റൊരു കാര്യത്തിനും ആ സുഖം കിട്ടുകയില്ല. ദുനിയാവിൽ മറ്റൊരു വസ്തുവും ആ സുഖം നമുക്ക് തരാൻ ഉതകുന്നതുമല്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയാറുണ്ട്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്, നമ്മൾ അറിഞ്ഞിരുന്ന സുഖം അത് രാജാക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഭരണകർത്താക്കൾ നമ്മൾ അറിഞ്ഞിരുന്ന സുഖം അറിഞ്ഞിരുന്നുവെങ്കിൽ
ആയിരുന്നുവെങ്കിൽ അവർ വാളുകൊണ്ട് നമ്മെ വെട്ടുമായിരുന്നല്ലോ, അവർ വാളുകൊണ്ട് നമ്മെ കൊലപ്പെടുത്തുമായിരുന്നല്ലോ. ആളുകൾ ചോദിച്ചു, അല്ലയോ തങ്ങളെ, എന്താണ് സുഖം, എന്താണ് അറിഞ്ഞിരുന്നത്, എന്താണ് അവിടുന്ന് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാ, അല്ലാഹുവിനെ അറിയുമ്പോഴുണ്ടാകുന്ന പടച്ച റബ്ബ് തരുന്ന സുഖമുണ്ടല്ലോ, അത് രാജാക്കന്മാർക്ക് കിട്ടുന്നില്ലല്ലോ. എത്രയെത്ര രാജാക്കന്മാരാണ് കടന്നു പോയിരിക്കുന്നത്, അവരാരും തന്നെ റബ്ബിനെ അറിയുന്ന സുഖം അനുഭവിച്ചില്ലല്ലോ. നമ്മൾ അനുഭവിച്ച വർത്തമാനമെങ്കിലും അവരറിഞ്ഞ അവർ വാളുകൊണ്ട് നമ്മെ കൊല്ലുമായിരുന്നുവെന്ന് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ സാമ്പാ നൃത്ത താളങ്ങൾക്കില്ല, അമേരിക്കക്കാരൻ പാടുന്ന പാട്ടുകൾക്കില്ല, പോപ്പ് സംഗീതത്തിന്റെ മാസ്മരിക ചടുല താളങ്ങൾക്കില്ല, റിയാലിറ്റി ഷോകൾക്കില്ല, സിനിമകൾക്കില്ല, ഷാരൂഖ് ഖാൻ പാടുകയും ആടുകയും ചെയ്യുന്ന സീനുകൾക്കില്ല. നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സുഖം എന്തെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനെ അറിയുമ്പോൾ ഉണ്ടാകുന്ന രസമാണ്, ആനന്ദമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഒരുപാട് അനുഭവിച്ച സുഖമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അനുഭവിച്ച സുഖമുണ്ടല്ലോ. അത് പൊന്നുമോനെ നിനക്ക് അനുഭവിക്കണമെങ്കിൽ, നിന്റെ ഹൃദയത്തിലേക്ക് അനുഭവിക്കണമെങ്കിൽ, നിന്റെ മനസ്സിലേക്ക് ആനന്ദം കടന്നു വരണമെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഒരു മാർഗം ഞാൻ പറഞ്ഞു തരികയാണ്. ഇന്ന് രാത്രി തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യടാ മോനെ, ഒന്ന് പരീക്ഷിച്ചു നോക്കടാ പൊന്നുമോനെ. ആരുമില്ലാത്ത സമയത്ത് നിന്റെ ഭാര്യ അറിയാതെ, മക്കളറിയാതെ, ഭർത്താവ് അറിയാതെ, നിന്റെ വാപ്പയറിയാതെ, ഉമ്മയറിയാതെ, നിന്റെ വീട്ടിൽ ആരും അറിയാതെ പൊന്നുമോനെ, ആരും അറിയാതെ അലാറം വെച്ചുകൊണ്ട് നീ രാത്രിയുടെ യാമങ്ങളിൽ നീ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നീ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യ് പൊന്നുമോനെ. തഹജ്ജുദിൽ കിടന്നുകൊണ്ട്, സുജൂദിൽ കിടന്നുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ സങ്കടത്തിന്റെ അലമാലകൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ കൊടുക്കടാ. ആ സമയത്ത് ദുആ ചെയ്ത് കഴിയുമ്പോ, തഹജ്ജുദ് നമസ്കാരം കഴിയുമ്പോ അല്ലാഹു നിന്റെ മനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രസമുണ്ട് പൊന്നുമോനെ. ലോകത്തൊരു രസത്തിനും ആ സുഗന്ധമില്ലടാ, ഒരു ടെലിവിഷൻ ചാനലുകാരനും ആ രസമില്ലടാ, നീ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിനും ആ സുഗന്ധമില്ലടാ. അല്ലാഹു തരുന്ന മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയുമ്പോൾ പടച്ച തമ്പുരാൻ തരുന്ന ആനന്ദവും സുഗന്ധവും സുഖവും അത് ലോകത്തിന് ഒരു വസ്തുവിനും നിന്നെ അനുഭവിപ്പിക്കാൻ കഴിയില്ല പൊന്നുമോനെ. ആർക്കും നിന്നെ ആ സുഗന്ധം തരാൻ പറ്റില്ലടാ മോനെ. നിന്നെ മനസ്സുകൊണ്ട് സുഗന്ധം അനുഭവിക്കണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ തഹജ്ജുദ് നമസ്കരിക്കടാ. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങളെ മനസ്സിലകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പ്രതിജ്ഞ എടുക്കണേ. ഈ സദസ്സുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യമെങ്കിലും ഉണ്ടാകട്ടെ. ഈ പാവപ്പെട്ടവൻ വന്നുകൊണ്ട് ശബ്ദമിട്ടുകൊണ്ട് വർത്തമാനം പറയുമ്പോ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാവണ്ടേ, അതിനുവേണ്ടി പറയുകയാണ്. ആരും തന്നെ മുടക്കല്ലടാ, ഇന്ന് തന്നെ ഉറപ്പിക്കു പൊന്നുമോനെ. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ഉറപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മാത്രമല്ല, ഈ സുജൂദ് കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്ന ഇബാദത്തുകൾക്കൊക്കെ അതിനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക്, അല്ലെ, നമ്മുടെ ബ്രെയിനിന്റെ പൊസിഷൻ നമ്മുടെ ഹേർട്ടിനേക്കാൾ കുറച്ചുകൂടെ ബിലോ ആണ്, അടിയിലേക്കാണ് വരിക. അപ്പൊ എക്സസ് ബ്ലഡ്, കൂടുതൽ ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്ക് വന്നിട്ട് നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ മസ്തിഷ്കത്തിന് അത് കൂടുതൽ എനർജി നൽകും, കൂടുതൽ ഊർജം നൽകുമെന്നാണ് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. നോക്കിങ്ങള്, ലോകത്ത് ഒരു മതസ്ഥർക്കും ഇങ്ങനത്തെ ഒരു ഇബാദത്തില്ലല്ലോ. അള്ളാഹുവിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ടിരിക്കുക, അത് തന്നെ ഭൗതികമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വ്യായാമം പോലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അതൊക്കെ ചെയ്യാൻ, മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഉറക്കം ആമീൻ പറയും. അള്ളാഹു മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, നമസ്കാരത്തിലൊക്കെ ഒരുപാട് 5 വക്ത് നമസ്കാരം അല്ലാഹു തആല ക്രമീകരിച്ചിരിക്കുന്നത് എക്സസൈസ് ചെയ്യാൻ പറ്റിയ സമയത്താണ്. നമ്മുടെ ബയോളജിക്കലി ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ക്ലോക്ക് ഉണ്ടല്ലോ, ആ ക്ലോക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടൈമിലാണ്.
ആ 5 വക്തിന്റെ അവ്വൽ വക്തിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ സമയമാണ്. എന്തിന്? എക്സസൈസ് ചെയ്യാൻ. അത്രക്ക് കൃത്യമായിട്ടാണ് അതിന്റെ ടൈമിംഗ് പോലും അല്ലാഹു തആല നിശ്ചയിച്ചത്. പിന്നെ നോമ്പ്, ഞാൻ വന്നപ്പോ ഇടയിൽ പറയാണ്, നോമ്പിനൊക്കെ ഒരുപാട് ആരോഗ്യ രഹസ്യങ്ങൾ. ഒരാള് രാവിലെ മുതൽ പട്ടിണി കിടക്കുകയാണ് അല്ലേ, ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നോമ്പെടുക്കുമ്പോ അയാളെ ചെറുകുടലിലെ പെരിറ്റോണിയം പൊട്ടിയിട്ട് ഒരു എൻസൈം ഊർന്നിറങ്ങും. ആ എൻസൈം കാരണം ഇവന് ഒരുപാട് തവണ 10 ടൈംസ് ഇവന്റെ ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി വർദ്ധിക്കുന്നതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി അല്ലെ, പ്രതിരോധ ശക്തി, അത് അള്ളാഹു വർദ്ധിപ്പിക്കുമെന്നാണ്. അത് ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തിയ ഒരു ട്രൂത്താണ്. അങ്ങനെ നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ സയന്റിഫിക്കലി നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ആപ്റ്റാണ്. വളരെ കൃത്യമായിട്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഡോക്ടർ 4 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ നമ്മൾ നടക്കും അല്ലെ, ട്രാക്ക് സ്യൂട്ട് ധരിച്ചുകൊണ്ട് അല്ലെ, കിലോമീറ്ററുകളോളം നടക്കും. ഇപ്പൊ റോഡിലൊക്കെ അത് എപ്പോഴും കാണാൻ പറ്റിയ ഒരു സംഭവമാണ്. ആളുകൾ ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞാൽ നമുക്കൊന്നും പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ചെയ്താൽ, കൃത്യമായി ചെയ്താൽ അള്ളാഹു സകല അസുഖങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യശാസ്ത്രപരമായിട്ട് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അള്ളാഹു നല്ലതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.